അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക നമ്മുടെ ഈമാനിൻ്റെയും ഇസ്ലാമിക ജീവിതത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മാതാപിതാക്കളോടുള്ള പെരുമാറ്റം. ദുനിയാവിലും ആഖിറത്തിലും വിജയം നേടാൻ സഹായിക്കുന്ന മാതാപിതാക്കളോടുള്ള ഇസ്ലാമിക ബാധ്യതകളെ കുറിച്ചിട്ട് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നല്ല സഹവാസം ലഭിക്കാൻ ഏറ്റവും അർഹതയുള്ളത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ ഉമ്മയ്ക്ക്. 3 തവണ ഉമ്മ എന്ന് പറഞ്ഞ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ എന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരിഗണന നൽകേണ്ട 2 വ്യക്തികളോടുള്ള നമ്മുടെ കടമകളെക്കുറിച്ചിട്ട് ഇസ്ലാം പറയുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ രക്ഷിതാവേ, എൻ്റെ ചെറുപ്പത്തിൽ അവർ എന്നെ വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ. ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലാത്ത മുസ്ലിമുകൾ ഉണ്ടാകില്ല. എന്നാൽ ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളോട് നമ്മൾ കാണിക്കേണ്ട മറ്റ് ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് പിഴ ഈടാക്കുവാൻ നിർദ്ദേശിക്കുന്ന ഒരു ബില്ല് ആസാം നിയമസഭ 2017 പാസ്സാക്കിയിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു നിയമം വരുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ശിക്ഷ ഭയന്നോ അല്ലെങ്കിൽ നാട്ടുനടപ്പനുസരിച്ചോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരു മുസ്ലിമിൻ്റെ മതപരമായ ബാധ്യതകളിൽ പെട്ടതാണ് അവൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കൽ എന്ന കാര്യം. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അവന് ഇബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ അവൻ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തിലാണ് വീഴ്ച വരുത്തിയിട്ടുള്ളത്. കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കൽ അള്ളാഹുവിനുള്ള ഒരു ഇബാദത്തായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു നിവേദനം നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു, ഏത് പ്രവൃത്തിയാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കൽ. വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ് എന്ന്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ. വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ് എന്ന്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്. അദ്ദേഹം പറഞ്ഞു, ഈ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞതാണ്. ഇനിയും കൂടുതൽ ഞാൻ ചോദിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും കൂടുതൽ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കൽ അള്ളാഹുവിനുള്ള ഒരു ഇബാദത്താണെന്ന് ചുരുക്കം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് തയ്യാറായി വന്ന ഒരാളെ അയാൾക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാതെ വീട്ടിൽ പോയി മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ കൽപ്പിച്ചത്. മാതാപിതാക്കളെ സംരക്ഷിക്കൽ അള്ളാഹുവിനുള്ള ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചായിരിക്കണം ഒരു സത്വിശ്വാസി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുനടപ്പനുസരിച്ച് തൻ്റെ ബാധ്യത നിർവഹിക്കലോ സർക്കാരിൻ്റെ ശിക്ഷ ഭയന്നോ ആയിരിക്കരുത് അത് ചെയ്യേണ്ടത്. മനുഷ്യൻ്റെ കടമകളിൽ വെച്ച് പരമപ്രധാനമായത് അവൻ്റെ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. അള്ളാഹുവിനോടുള്ള കടമ കഴിച്ചാൽ പിന്നീട് മനുഷ്യൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളോടാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനോടുള്ള കടമയെക്കുറിച്ച് പറഞ്ഞ ഉടനെ അതോട് ചേർത്തുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ജന്മത്തിന് കാരണക്കാരും അവൻ ജീവിക്കുവാൻ സ്വയം പ്രാരാബ്ധരായി തീരുന്നതുവരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അവനെ പരിപാലിച്ചു വളർത്തിപ്പോന്നവരുമാണ് അവൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഏറ്റവും പ്രമുഖം മാതാപിതാക്കളോട് മക്കൾക്കുള്ള ബാധ്യതയാണ്. മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടപ്പാട് പറഞ്ഞാലും എണ്ണിയാലും തീരാത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതയുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഒരായത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിൽ നിന്നും നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, മാതാപിതാക്കളോട് മര്യാദയോടെ സംസാരിക്കുക.
മാന്യമായി വാക്കുകൾ പറയുക. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അച്ചടക്കവും മര്യാദയും പ്രകടമാകുന്ന വാക്കുകളുമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. മാന്യമായ വാക്ക് എന്നതിനെക്കുറിച്ച് സയ്യിദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: പാപം ചെയ്ത അടിമ കഠിന സ്വഭാവിയായ യജമാനനോട് പറയും പ്രകാരമുള്ള വാക്ക്. അതാണ് കഠിനമായ വാക്ക് എന്ന് ഉദ്ദേശിച്ചത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ കൊണ്ടുള്ള ഉദ്ദേശം അവരോട് സ്നേഹവും ആർദ്രതയും കാണിക്കുക. മറുപടി പറയുമ്പോൾ ശബ്ദം കനപ്പിക്കാതിരിക്കുക, അവരെ തുറിച്ചു നോക്കാതിരിക്കുക, അവരോട് ശബ്ദം ഉയർത്താതിരിക്കുക എന്നിവയൊക്കെയാണ് അവരോടുള്ള പെരുമാറ്റം. ഒരു അടിമ തൻ്റെ യജമാനനോട് എന്നെപ്പോലെ താഴ്മയോടെ ആയിരിക്കണം പറയേണ്ടത്. രണ്ടാമത്തേത്, മാതാപിതാക്കളോട് ചെ എന്ന പോലും പറയാൻ പാടില്ല. ചെ എന്ന് പറയുന്നത് വെറുപ്പിൻ്റെ ഏറ്റവും ചെറിയ വാക്കാണ്. എങ്കിൽ അപ്പുറമുള്ള വാക്കുകൾ പറയുന്നത് ഗുരുതരമായ കുറ്റമാണ്. എക്കാലത്തും അവരോട് അനുവർത്തിക്കപ്പെടേണ്ടുന്ന ഒരു കടമ തന്നെയാണ് ഇത്. എങ്കിലും പ്രായാധിക്യം നേരിടുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, അവരോട് കയർത്ത് സംസാരിക്കുകയോ പൗരുഷമായ രീതിയിൽ സംസാരിക്കുകയോ ചെയ്യരുത്. എന്തിന് അവരോട് മുഖം ചുളിച്ചു പോലും സംസാരിക്കരുത്. നാലാമത്തേത്, മാതാപിതാക്കളെ അനുസരിക്കണം. അഞ്ചാമത്തേത്, മാതാപിതാക്കളുടെ കൂടിയാലോചന നടത്തണം. 6, മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സേവനങ്ങളും ആവശ്യമായ സഹായവും നൽകുക. അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക. അവർക്ക് അനിഷ്ടമായതൊന്നും ചെയ്യാതിരിക്കുക. അവരോട് അസംതൃപ്തിയോ അസന്തുഷ്ടയോ പ്രകടിപ്പിക്കരുത്. അവർക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന പ്രവർത്തനമായിരിക്കണം നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഏഴാമത്തേത്, മാതാപിതാക്കളോട് വിനയവും കാരുണ്യവും കാണിക്കുക. നമ്മുടെ കുഞ്ഞുനാളിൽ വാത്സല്യത്തോടു കൂടിയാണ് അവർ നമ്മളോട് പെരുമാറിയതും നമ്മളെ സ്നേഹിച്ചതും. അവരുടെ വാർദ്ധക്യകാലത്ത് അവരോട് വിനയത്തോടും അതുപോലെയുള്ള സ്നേഹത്തോടും കാരുണ്യത്തോടും വേണം നമ്മൾ പെരുമാറാൻ. എട്ടാമത്തേത്, മാതാപിതാക്കളുടെ ദുനിയാവിൻ്റെയും ആഖിറത്തിലെയും നന്മകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ചെറുപ്പകാലത്ത് നമ്മെ വളർത്തിക്കൊണ്ടുവരാൻ അവർ വളരെയധികം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ജീവിതകാലത്തും മരണശേഷവും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥന പ്രത്യേകം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മരണാന്തരം അവരുടെ പാപമോചനത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഒരു നിവേദനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ആദമിൻ്റെ മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങളല്ലാത്തതെല്ലാം അവരിൽ നിന്ന് മുറിഞ്ഞു പോകുന്നതാണ്. നിലനിൽക്കുന്ന ദാനധർമ്മം, ഉപകാരപ്രദമായ വിജ്ഞാനം, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അവൻ്റെ നല്ലവരായ സന്താനങ്ങൾ എന്നിവയാണ് ഇത് 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരിക്കുമ്പോൾ ബനൂ സലമ ഗോത്രത്തിലെ ഒരാൾ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു: പ്രവാചകരെ, എൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം ഞാൻ അവരോട് ചെയ്യേണ്ടതായ വല്ല കടമയുമുണ്ടോ, വല്ല നന്മയുമുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെ പറഞ്ഞു: അവരുടെ ജനാസ നമസ്കരിക്കുക, അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനെ ചോദിക്കുക, അവരുടെ ശേഷം അവരുടെ കരാറുകൾ നടപ്പാക്കുക, അവരിലൂടെയുള്ള രക്തബന്ധം പുലർത്തുക, അവരുടെ സ്നേഹിതന്മാരെ ആദരിക്കുക എന്നിവയാണ് നമ്മൾ ചെയ്യേണ്ട നന്മകൾ എന്ന് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആരെങ്കിലും 5 നേരത്തെ നമസ്കാരം നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിച്ചു. ആരെങ്കിലും നമസ്കാരങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ അവർക്ക് 2 പേർക്കും നന്ദി കാണിച്ചു. 9ാമത്തേത് എന്താണെന്ന് നോക്കാം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ ബാക്കി വെച്ച കർമ്മങ്ങൾ പൂർത്തിയാക്കുക, ദാനധർമ്മം നൽകുക. മാതാക്കളുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. മാതാപിതാക്കൾ മരണപ്പെട്ടാൽ പോലും അവരോടുള്ള ബാധ്യത അവസാനിക്കുന്നില്ല. മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. 11ാമത്തേത്, മാതാപിതാക്കളെ മറ്റുള്ളവർ അധിക്ഷേപിക്കുന്ന സാഹചര്യം നാം ഉണ്ടാക്കരുത്. മക്കൾക്ക് വേണ്ടി ഏറ്റവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്നത് മാതാവാണ്. ഒരു മാതാവ് ഗർഭിണിയായാൽ പ്രസവം വരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും ക്ലേശവും വളരെ വലുതാണ്. പ്രസവമാണെങ്കിൽ മരണസമാധാനവുമായ അവസ്ഥയുമാണ്. പിന്നീട് മുലകുടി അവസാനിക്കുന്നത് വരെ തൻ്റെ ശിശുവിനു വേണ്ടി അവർ ത്യാഗങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നു. പിന്നീട് പ്രായപൂർത്തിയാകുന്നത് വരെ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിലും മാതാവിൻ്റെ പങ്ക് വളരെ വലുതാണ്. മനുഷ്യരോട് അവൻ്റെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് നാം കൽപ്പിച്ചിരിക്കുന്നു എന്ന്
ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർക്ക് നന്മ ചെയ്യാൻ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അവരോട് തിന്മ ചെയ്യരുത്. തൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് അള്ളാഹു മനുഷ്യനോട് അനുശാസിച്ചിരുന്നു. അവൻ്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു. അവൻ്റെ ഗർഭകാലം മുലകുടി നിർത്തലും കൂടി 30 മാസം കാലം ആകുന്നു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാതാവിന് നന്മ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു പ്രവർത്തനവും എനിക്കറിയില്ല. എന്നാൽ പിതാവിനോടുള്ള കടപ്പാടുകളും ബാധ്യതകളും ചെറുതായി കാണാനും പാടില്ല. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറി അവരോട് നല്ല രീതിയിൽ സഹവസിക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്ന് ധാരാളം പ്രതിഫലം ലഭിക്കുന്നതാണ്. അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കും. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു എന്നൊരു നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിൻ്റെ അതൃപ്തി മാതാപിതാക്കളുടെ അതൃപ്തിയിലും ആണ്. രണ്ടാമത്തേത് ഉപജീവനം വിശാലമായിട്ട് ലഭിക്കും. മൂന്നാമത്തേത് ആയുസ്സിൽ വർധനവ് ലഭിക്കും. നാലാമത്തേത് പാപം പൊറുക്കപ്പെടും. അഞ്ചാമത്തേത് സ്വർഗം ലഭിക്കും. മാതാപിതാക്കളോട് എന്ത് നന്മകൾ ചെയ്താലും അവരോടുള്ള കടപ്പാടുകൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ നന്നായി ശുശ്രൂഷിക്കുകയും അവരോട് വിനയത്തോടെ പെരുമാറുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവരോടുള്ള ബാധ്യതകൾ കുറച്ചെങ്കിലും നിർവഹിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. യമനിൽ നിന്നുള്ള ഒരു വ്യക്തി തൻ്റെ മാതാവിനെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്തു. ശേഷം അദ്ദേഹം ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മയോടുള്ള കടമ ഞാൻ നിർവഹിച്ചോ? അദ്ദേഹം നൽകിയ മറുപടി, നിൻ്റെ മാതാവ് നിന്നെ ഗർഭം ചുമന്ന സമയത്തെ ഒരു നിമിഷത്തിനുള്ള കടമ പോലും ആയിട്ടില്ലെന്നായിരുന്നു. ഹിജ്റയുടെ വിഷയത്തിൽ പ്രതിജ്ഞ ചെയ്യുവാൻ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. അയാൾ തൻ്റെ മാതാപിതാക്കളെ കരയുന്ന നിലയിലാണ് വിട്ടേച്ചു പോന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരിലേക്ക് തിരിച്ചു ചെല്ലുകയും അവരെ കരയിച്ചതുപോലെ അവരെ ചിരിപ്പിക്കുകയും ചെയ്യുക. മാതാപിതാക്കളോട് നന്മയിൽ പുണ്യത്തിലും വർത്തിക്കാതെ ജീവിക്കുന്നത് നരകപ്രവേശനത്തിന് കാരണമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലവനും തൻ്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരിൽ ഒരാളെ കണ്ടുമുട്ടുകയും അവർക്ക് പുണ്യം ചെയ്യാതെ ജീവിക്കുകയും ശേഷം അവൻ നരകത്തിൽ പ്രവേശിക്കുകയുമായാൽ അള്ളാഹു അവനെ അകറ്റുകയും നശിപ്പിക്കുകയും ചെയ്യട്ടെ. മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്ത് അവരെ സംരക്ഷിക്കുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമായ കർമ്മമാണ്. വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവരെ പരിചരിച്ച് സ്വർഗം നേടാതിരിക്കുക എന്നുള്ളത് നരകത്തിൽ പ്രവേശിക്കാനും അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കാനും കാരണമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൻ്റെ വാതിലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മാതാപിതാക്കളാണ്. ആ വാതിൽ പാഴാക്കണോ കാത്തു സൂക്ഷിക്കണോ എന്ന് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ റബ്ബേ, എൻ്റെ ചെറുപ്പത്തിൽ അവർ എന്നെ വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യം ആഫിയത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചു പോയവർക്ക് ഖബറിടം സ്വർഗത്തോപ്പാക്കി മാറ്റിക്കൊടുക്കട്ടെ. അവരോട് പൊറുക്കാനും അവർക്ക് ജന്നത്തുൽ ഫിർദൗസ് നൽകാനും നാം എന്നും പ്രാർത്ഥിക്കുക. നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മാതാപിതാക്കളെ നോക്കാത്ത മക്കളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയി അവരോട് നല്ലൊരു വാക്ക് സംസാരിക്കുകയോ അവർ ദൂരത്താണെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കുകയോ ചെയ്യുക എന്നാണ്. അതൊരു സ്വതക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് സ്വർഗത്തിലേക്കുള്ള വാതിലായി നോക്കുക. ദുനിയാവിലെ ഏറ്റവും വലിയ വിജയമല്ല, മറിച്ച് ആഖിറത്തിലെ വിജയമാണ് ഒരു മുസ്ലിമിന് പ്രധാനം. ആ വിജയം നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികളിലൊന്നാണ് മാതാപിതാക്കളെ
സേവിക്കുക എന്നത് അവർ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് നന്മ ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. അപ്പോൾ മാതാപിതാക്കളോട് നമ്മുടെ ഇസ്ലാമിക ബാധ്യതകൾ ഇവയൊക്കെയാണ്. ഇവ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്തരം കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇസ്ലാമിക വീഡിയോകൾക്കായി ഈ ചാനൽ പിന്തുടരുക. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.